നമസ്കാരം. കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ഇപ്പോഴിതാ നടി വീണ നായർ സുധിയുടെ ഭാര്യ രേണുവിനെ കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. രേണു ഫ്രോഡ് ആണെന്നും താനും സുധിയും അകലാൻ കാരണം രേണു ആണെന്നും വീണ നേരത്തെയും ആരോപിച്ചിരുന്നു. തന്റെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ സുഹൃത്തുക്കളോട് വരെ താനും സുധിയും ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്ന് രേണു പറഞ്ഞു നടക്കുന്നതായും വീണ ആരോപിക്കുന്നു. സുധി 1 ലക്ഷം രൂപ തന്നാണ് തന്നെ ഒഴിവാക്കിയത് എന്ന ആരോപണത്തിനും മറുപടി നൽകുന്നുണ്ട്. താനും സുധിയും ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും തന്നെ ഒഴിവാക്കാൻ സുധി ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരോടും സുധിയുടെ കൂട്ടുകാരോടും പറയുന്നത് ഒരു 6 മാസക്കാലമായി കേൾക്കുന്നു. പരിപാടികളുടെ തിരക്കൊക്കെ ആയതിനാൽ അത് കണക്കിലെടുത്തില്ല. വിവരമില്ലാത്തവർ പലതും പറയും. നമുക്കതിന് പിറകെ പോയി കളയാനുള്ള സമയമില്ല. പക്ഷെ ഇത് കേട്ട് മടുത്തു. പുറത്തേക്ക് വരാൻ ഒരു താല്പര്യവും തനിക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു. ഇന്നലെ രാവിലെ മഴയത്ത് വന്ന ആർട്ടിസ്റ്റ് അല്ല ഞാൻ. മലയാളത്തിലും തമിഴിലും സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിർത്തിവെച്ചു. അന്ന് സുധിച്ചേട്ടന്റെ വീട്ടിലാണ് 6 മാസം താമസിച്ചത്. അതിനുശേഷം അമ്മ തനിച്ചായതിനാൽ അവിടേക്ക് മാറി. ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് രേണുവുമായുള്ള മെസ്സേജുകൾ കാണുന്നത്. 2015 കാലഘട്ടത്തിലായിരുന്നു. ആദ്യം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചു. അത് രേണുവിന്റെ വിഷയം മാത്രമല്ല, വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കലും സുധിച്ചേട്ടൻ നോക്കാതെയൊന്നും ഇരുന്നിട്ടില്ല. തന്നെയും നന്നായി തന്നെയാണ് നോക്കിയിരുന്നത്. എന്നും കിച്ചുവുമായി തനിക്ക് നല്ല ബന്ധം തന്നെ ആയിരുന്നുവെന്നും ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സുധിച്ചേട്ടനുമായുള്ള വിവാഹം അമ്പലത്തിൽ പോയി രജിസ്റ്റർ ചെയ്തിരുന്നു. ലിവിംഗ് ടുഗദർ ആയിട്ടുള്ളവർ കോടതിയിൽ പോയി പേപ്പർ വാങ്ങില്ലല്ലോ. രേണു പറഞ്ഞ മറ്റൊരു കാര്യം, സുധിച്ചേട്ടൻ 1 ലക്ഷം രൂപ തന്നാണ് തന്നെ ഒഴിവാക്കിയതെന്ന്. തനിക്കൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അമ്മയുടെ പക്കൽ നിന്ന് സുധിച്ചേട്ടൻ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തന്നെ ഇടയ്ക്ക് നിർത്തിയാണ് വാങ്ങിയത്. ബന്ധമൊഴിയുന്ന സമയത്ത് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ തിരിച്ചു തന്നു എന്ന വിശദീകരണമാണ് ഇപ്പോൾ വീണ നടത്തിയിരിക്കുന്നത്. തെളിവുകൾ സഹിതം ഇവർ ഇത് വ്യക്തമാക്കുമ്പോൾ രേണു സുധിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്.